2 വയസ്സ് മാത്രം പ്രായമുള്ള ത്രയംബകെന്ന പൊന്നുപോലും വേദന സഹിക്കാൻ സാധിക്കാതെ കരഞ്ഞ് നിലവിളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഈ പൊന്നുമോന് മരണപ്പെട്ടു പോകും. കണ്ടു നിൽക്കാൻ സാധിക്കണില്ല. ഞങ്ങക്ക് 35 ലക്ഷം രൂപ കിട്ടിയിട്ട് വേണം അവന്റെ സർജറി നടത്തണം. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവന്റെ ചികിത്സ തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ മോന് വേണ്ടി എന്തെങ്കിലും തന്ന് സഹായിക്കണം. മക്കളുള്ള ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു കുഞ്ഞിന്റെ സങ്കടം കാണാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടുകൂടി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഈ പിഞ്ചു പൈതല് തേങ്ങി തേങ്ങി കരയുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവന് തന്നെ അപായം സംഭവിക്കാനുള്ള സാധ്യതയേറെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം. കുഞ്ഞിന്റെ പിതാവ് തന്നെയാണ് ലിവർ നൽകുന്നത്. പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ് സർജറി നീണ്ടു പോകുന്നത്. എത്രയും പെട്ടെന്ന് സർജറി നടന്നില്ലെങ്കിൽ കൂടുതൽ ആരോഗ്യനില വശമായി കുഞ്ഞിന്റെ ജീവന് തന്നെ അപായം സംഭവിക്കാനുള്ള സാധ്യതയേറെയാണെന്ന് പറഞ്ഞപ്പോ ഈ കുടുംബത്തിന്റെ വളരെ വേദനാർഹമായ സങ്കടകരമായ ഒരു സാഹചര്യം കണ്ടതുകൊണ്ടാണ് വളരെ എമർജൻസിയായി ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ കുഞ്ഞു വാവയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്ന് വളരെ വേദനയോടുകൂടി വളരെ സങ്കടത്തോടുകൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈ റിലേ ഹോസ്പിറ്റലില് തൃശൂർ ജില്ലയിലെ കൊടകര പൂർക്കട പഞ്ചായത്തിൽ ത്രയംബക് എന്ന് പറയുന്ന 2 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന് ലിവർ രോഗം ബാധിച്ച് വല്ലാത്തൊരു ദയനീയമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ്. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെച്ചില്ലെങ്കിൽ ഈ കുഞ്ഞ് ചിലപ്പോൾ മരണത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയേറെയാണ്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഈ കുഞ്ഞിന്റെ മാതാവായ സഹോദരി പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പൊന്നു മോനാണ്. ഈ പൊന്നു മോനെ ഇല്ലാത്ത ഈ ലോകത്ത് ഞങ്ങൾ ആരും ജീവിച്ചിരിക്കില്ല. ഞങ്ങളുടെ പൊന്നു മോനെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ എന്റെ പൊന്നു മോനെ മരണത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ അതീവ ദയനീയമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ വരുന്ന ഈ ഒരു സഹായാഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെ പോകല്ലേ, നിങ്ങൾ ആരും കേൾക്കാതെ പോകല്ലേ. ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വളരെ എമർജൻസിയായി ഷെയർ ചെയ്തുകൊണ്ട് വളരെ അടിയന്തരമായി സഹായം സമാധിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് പടച്ചവനെ മുൻകൂട്ടി ഞാൻ ഇവിടെയൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. ഓരോ നിമിഷം വൈകുന്നോറും കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എമർജൻസിയായി ഈ ഒരു സർജറി നടന്നില്ലെങ്കിൽ ഈ മോനും മരണത്തിലേക്ക് പോകുന്ന കാഴ്ച നാം കാണേണ്ടി വരും. അതിനൊന്നും സംഭവിക്കരുത് എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി നിങ്ങളുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിക്കാൻ നാട്ടിൽ കാത്തിരിപ്പുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കണം, നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും വളരെ എമർജൻസിയായി ഷെയർ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി തരുന്നത് വളരെ വേദനയോടുകൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. വളരെ എമർജൻസിയായി ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി കീമോ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തതിനു ശേഷം മാത്രമേ ക്യാൻസറിന്റെ ചികിത്സ നൽകാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. വളരെ പ്രയാസത്തിന് അതീവ ഗുരുതരാവസ്ഥയിൽ വേദന സഹിക്കാൻ സാധിക്കാതെ LCH എന്ന് പറയുന്ന അത്യപൂർവമായ ക്യാൻസർ രോഗം ബാധിച്ചതിനെ തുടർന്നാണ് കുഞ്ഞിന്റെ ലിവറിന് കംപ്ലൈന്റ് സംഭവിച്ച് വളരെ അടിയന്തരമായി ലിവർ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി മാറിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിയുന്നതിനോടൊപ്പം കീമോതെറാപ്പിയും ചികിത്സകളും ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. 35 ലക്ഷം രൂപ കണ്ടെത്തിയാൽ മാത്രമേ ഈ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് കൈകോർക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി നിങ്ങളൊക്കെ അഭ്യർത്ഥിക്കുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് മുത്രത്തിക്കര പ്രദേശത്ത് കൈതോളപ്പിൽ വിപിന്റെ മകനായിട്ടുള്ള 1.5 വയസ്സുള്ള ത്രയംബകിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഒരു നാട് മുഴുവൻ ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഈ സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി നേരിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA തലസ്ഥാനത്തായതുകൊണ്ടാണ് എത്തിച്ചേരാൻ കഴിയില്ല എന്നറിയിച്ചിട്ടുണ്ട്. എല്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 35 ലക്ഷം രൂപയാണ് ത്രയംബകിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി, ത്രയംബകിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനും അതുപോലെ തുടർന്ന് കീമോ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് ആവശ്യമായി
ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഞങ്ങളവരെ നമ്മുടെ ഈ കൂട്ടായ്മയിലെ നമ്മുടെ ഗ്രാമത്തിലെ ഒരു പിഞ്ചു കുഞ്ഞ് ത്രയംബക് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങളുടെയാണ്. നമ്മുടെ ജീവിതം അതിജീവനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊറോണയാണെങ്കിലും പ്രളയമൊക്കെ ആണെങ്കിലും നമ്മൾ ഒത്തൊരുമയോടുകൂടെ അതിജീവിച്ചതാണ്. ഈ കുഞ്ഞുമകൻ്റെ ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഈ അതിജീവന പരിശ്രമത്തിൽ നമുക്കും പ്രാർത്ഥന കൊണ്ടും പ്രയത്നം കൊണ്ടും സാമ്പത്തിക സഹായം കൊണ്ടും ഒത്തുചേരാനായിട്ട് പരിശ്രമിക്കാം. ആ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാവണം. 35 ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന തുക കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ത്രയംബകിന് ചികിത്സ ലഭിക്കാത്തൊരവസ്ഥ വന്നാൽ നമ്മുടെ നാടിന് തന്നെ അത് വളരെ മോശപ്പെട്ടൊരവസ്ഥയാവും. സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതുപോലെയുള്ള ഈ കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കുന്ന കാരുണ്യ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം. ഒരു ഗ്രാമവും നാടും നഗരവും നമ്മുടെ വാർഡിലെ നിർധന കുടുംബത്തിൽപ്പെട്ട ത്രയംബക് എന്ന കൊച്ചുകുട്ടിയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം നമുക്കെല്ലാവർക്കും കൂടി ഒത്തുകൂടി ആ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നായി പ്രവർത്തിക്കാം. സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിൻ്റെ പ്രശ്നമായി കണ്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്ന് മാനസികമായും സാമ്പത്തികമായും സഹായം ചെയ്ത് ഈ കുഞ്ഞു ജീവൻ നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം.